നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 2020 ജനുവരി 1-ാം തീയതിക്ക് മുൻപ് ഇക്കാമ കാലാവധി കഴിഞ്ഞവർക്കിനി പുതുക്കാൻ കഴിയില്ല. ഇവർ രാജ്യം വിടേണ്ടി വരും. പിടിക്കപ്പെട്ടാൽ ഇവരെ നാടുകടത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള താമസകാര്യ വകുപ്പ് അറിയിച്ചു. ജനുവരി 2-ാം തീയതിക്കും ഫെബ്രുവരി 29-നും ഇടയിൽ ഇക്കാമ കാലാവധി കഴിഞ്ഞവർക്ക് ആഗസ്റ്റ് 31 വരെ പിഴയില്ലാതെ പുതുക്കി നൽകും. ആർട്ടിക്കിൾ 17, 20, 22, 23, 24 വിസ വിഭാഗത്തിലുള്ളവർക്ക് താമസാനുമതി 1 വർഷത്തേക്ക് നീട്ടി നൽകിയാൽ മതിയെന്നും അധികൃതർ തീരുമാനിച്ചു. എന്നാൽ ആർട്ടിക്കിൾ 18 കമ്പനി വിസയിലുള്ളവർക്ക് വർക്ക് പെർമിറ്റ് അനുസരിച്ച് പുതുക്കി നൽകും. അതേസമയം കുവൈത്തിൽ 90,000 സിവിൽ ID കാർഡുകൾ വിതരണത്തിന് തയ്യാറായതായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ അറിയിച്ചു. സിവിൽ IDയുമായി ബന്ധപ്പെട്ട 500 ഇടപാടുകളും ഒരു ദിവസം അനുവദിക്കും. കോവിഡ് കാലമായതിനാൽ നിയന്ത്രിതമായി മാത്രമേ സന്ദർശകരെ അനുവദിക്കുകയുള്ളൂ. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ ഓഫീസ് ഞായറാഴ്ച മുതൽ തുറന്നു പ്രവർത്തിക്കും. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഇടപാടുകൾ നടത്താം. എന്നാൽ സിവിൽ ID വിതരണം വൈകുന്നേരം 5 മണി വരെ ഉണ്ടാകും. അതോറിറ്റിയുടെ വെബ്സൈറ്റ് വഴി അപ്പോയിന്റ്മെന്റ് എടുത്തവർക്ക് മാത്രമാണ് പ്രവേശനം. നേരിട്ടുള്ള സന്ദർശനം അനുവദിക്കില്ല. ശനിയാഴ്ച മുതൽ അപ്പോയിന്റ്മെന്റ് എടുക്കാം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.